പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷം കൂടെ കർത്താവ് നമ്മൾക്ക് ദാനമായി നൽകി തന്നല്ലോ. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മളൊക്കെയും പുതുവർഷത്തെ വരവേറ്റത്. അതുപോലെ തന്നെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ജീവിത വിജയത്തിൻ്റെ എല്ലാ നിലവാരത്തിലും സക്സസ് ആകുന്ന ഒരു വർഷമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈ വർഷത്തെ ഒരു പുതിയ വീഡിയോയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. ഫസ്റ്റ് വീഡിയോയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോകളുടെ ഒരു കണ്ടിന്യൂവേഷനായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. റിയലി ഹു ആർ വി എന്നുള്ള ഒരു ടൈറ്റിലോടുകൂടിയായിരുന്നു എൻ്റെ കഴിഞ്ഞ 2 വീഡിയോ ഞാൻ ചെയ്തിരുന്നത്. ഇന്നത്തെ വീഡിയോയും അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോയാണ്. വാസ്തവത്തിൽ നമ്മൾ ആരാണ് എന്ന് ഒരു ബേസിക് നോളജ് നമ്മൾക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. അപ്പം അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് ഒന്ന് റീക്യാപ്പ് ചെയ്ത് പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനാധാരമായി ഞാൻ വായിച്ചിരുന്നത് 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 23-ാമത്തെ വാക്യമായിരുന്നു. ആ വചനം ഇപ്രകാരമാണ്: നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അശേഷം അനന്യമായി വെളിപ്പെടുമെണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ഈ വേദഭാഗത്തിലാണ് ദൈവം മനുഷ്യനെ എങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, ആ കൺസ്ട്രക്ഷൻ രീതി ഈ വേദഭാഗത്തിലാണ് നമ്മൾക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന്. എന്നാൽ ദൈവത്തിൻ്റെ സാദൃശ്യം എന്തെന്നോ, എങ്ങനെയാണ് മനുഷ്യനെ ആ സാദൃശ്യം എന്ന് പറയുമ്പോൾ എങ്ങനെ സൃഷ്ടിച്ചു എന്നൊന്നും അവിടെ പറയുന്നില്ല. എന്നാൽ ഇവിടെ വ്യക്തമായിട്ടും ആ മേക്കിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു മനുഷ്യനെക്കുറിച്ച് പറയുമ്പോൾ 3 ഘടന: ദേഹം, ദേഹി, ആത്മാവ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആത്മാവ്, പ്രാണൻ, ദേഹം, ഈ 3 ഘടനകളിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്, ഒരു ട്രയൂണിയനായിട്ട്. അത് ദൈവത്തിൻ്റെ ഇമേജാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ശക്തമായിട്ട് പറയുവാൻ കഴിയും ദൈവം ത്രിയേകനാണെന്ന് ഉള്ളതിൻ്റെ വളരെ ശക്തമായ തെളിവ് നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പോൾ ഇപ്രകാരമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുപോലെ മറ്റൊരു വേദഭാഗത്തിൽ പറയുന്നുണ്ട്, നിലത്തെ പൊടി കൊണ്ട് ദൈവം മനുഷ്യനെ ഉണ്ടാക്കി അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പോൾ ദൈവത്തിൻ്റെ മൂക്കിലെ ശ്വാസത്താൽ ഉളവാക്കപ്പെട്ടതാണ് മനുഷ്യൻ്റെ ദേഹി എന്ന് പറയുന്നത്. അതാണ് ഈ പ്രാണൻ എന്ന് ഈ വേദഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദേഹിയുടെ മറ്റൊരു പ്രയോഗമാണ് പ്രാണൻ. അതിൻ്റെ മറ്റൊരു പ്രയോഗമാണ് നമ്മൾക്ക് ഏറ്റവും അടുത്തറിയുന്ന വാക്ക് മനസ്സ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം മറ്റൊരു വചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ മനസ്സുള്ളവരാകുന്നു എന്ന് വേറൊരു വേദഭാഗത്തിൽ പറയുന്നുണ്ട്. അപ്പം ദൈവത്തിൻ്റെ മനസ്സുള്ളവരായിട്ട്, ദൈവത്തിൻ്റെ ക്വാളിറ്റിയിൽ, ദൈവത്തിൻ്റെതായ ആ പെർഫെക്ഷനോടുകൂടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്തിനാണ് ദൈവം ഇങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചത്? ആത്മാവാകുന്ന ദൈവത്തിന് മനുഷ്യൻ്റെ ആത്മാവുമായിട്ടാണ് കണക്റ്റ് ചെയ്യുന്നത്. അവിടെ ആത്മാവുമായി കണക്റ്റ് ചെയ്യുന്ന ദൈവത്തിന് മനുഷ്യൻ്റെ മനസ്സുമായി അല്ലെ ദേഹിയുമായിട്ടൊരു കൂട്ടായ്മ ആചരിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ ക്വാളിറ്റിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ ആ പെർഫെക്ഷൻ ഉള്ളിടത്ത് മാത്രമേ ദൈവത്തിന് കൂട്ടായ്മ ആചരിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ദൈവം മനുഷ്യനുമായിട്ട് കൂട്ടായ്മ ആചരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ എന്നിലും അല്ലെങ്കിൽ നമ്മളിലൂടെ ഭൂമിയിലും നിറവേറ്റുക എന്നുള്ള ദൈവിക പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് ഓരോ മനുഷ്യനെയും, ഓരോ സോളും ഈ ഭൂമിയിലായിരിക്കുന്നത്. അപ്പോൾ റിയലി ഹു ആർ വി, യഥാർത്ഥത്തിൽ നമ്മൾ ആരാണ് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ കാണുന്ന ശരീരം മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ ദേഹിയും അല്ലെങ്കിൽ ആത്മാവും പ്രാണനും ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഈ ശരീരം ഭൂമിയിൽ നിലനിൽക്കുന്നത്. ആത്മാവും പ്രാണനും നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ ഈ ഭൂമിയിൽ നമ്മൾക്ക് നിലനിൽപ്പില്ല, ഈ ബോഡിക്ക് നിലനിൽക്കുവാനായിട്ട് കഴിയത്തില്ല. അപ്പം നമ്മൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മുടെ ആത്മാവും പ്രാണനുമാണ്. അപ്പോൾ ഈ പ്രാണൻ എന്ന് പറയുന്നത് വചനം പറയുന്നു, പ്രാണൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. അപ്പം രക്തം എവിടെയൊക്കെ ഉണ്ടോ, അതായത് ഒരു പൂർണ്ണതയുള്ള രൂപമാണ് നമ്മുടെ ദേഹിക്ക്. നമ്മുടെ മനസ്സെന്ന് പറയുന്നത് പൂർണ്ണതയുള്ള ഒരു രൂപം അതിനുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പം ദേഹി അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് ഒരു അവയവമല്ല. മനസ്സിതാണ് എന്ന് കാണിച്ചു കൊടുക്കുവാൻ സാധിക്കത്തില്ല. കാരണം ബ്രെയിൻ മാത്രമല്ല മനസ്സ്, ബ്രെയിനും ഹാർട്ടും ശരീരത്തിൻ്റെ മറ്റെല്ലാ അവയവങ്ങളും ചേരുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ പൂർണ്ണ രൂപം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് മനസ്സിനെ കണ്ടുപിടിക്കുവാൻ മനുഷ്യൻ ശ്രമിച്ചിട്ടും നടക്കാത്ത, അതൊരു അവയവമല്ല. അവയവമാണെങ്കിൽ നമ്മൾക്ക് കാണിച്ചു കൊടുക്കാം. കൈ നമ്മൾക്ക് കാണിച്ചു കൊടുക്കാം, ഇതെൻ്റെ കൈയാണ് എന്ന് നമുക്ക് പറയാൻ. അതുപോലെ നമ്മൾക്ക് കാണിച്ചു കൊടുക്കുവാൻ പറ്റുന്ന
ഒരു അവയവമല്ല മനസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മനസ്സിനെ ദൈവത്തിൻ്റെതായ പെർഫെക്ഷനോടുകൂടി സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അത്തരം നമ്മൾ പവർഫുള്ളായിട്ടുള്ള ഒരു ബീയിങ് ആണ്, ഒരു സ്പിരിച്വൽ ബീയിങ് ആണ് ഓരോ മനുഷ്യനും. അവനെ പിടിച്ചു കെട്ടുവാനായിട്ട് കഴിയത്തില്ല, അത്രമാത്രം ശക്തമാണ് മനുഷ്യൻ എന്ന് പറയുന്ന ഈ ക്രിയേഷൻ. സൃഷ്ടികളുടെ മകുടമായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കണമെന്ന് മനുഷ്യൻ മനസ്സിലാക്കിയിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതായിരുന്നു നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, എങ്ങനെയാണ് ഈ ലൈഫ് ഡ്രൈവ് ചെയ്യേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. അതിന് നമ്മൾക്ക് വാസ്തവത്തിൽ എഴുതപ്പെട്ട ദൈവവചനത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തെ എങ്ങനെ നയിക്കണമെന്നുള്ളത് ഒരു കാറ്റലോഗ് പോലെ അല്ലെങ്കിൽ ഒരു ലീഫ്ലെറ്റ് പോലെ നമ്മൾക്ക് എഴുതി തന്ന ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ ആദ്യം തന്നെ അത് പഠിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു. അപ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ അത് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഈ ജീവിതത്തെ എങ്ങനെ നയിക്കുവാൻ അറിയാതെ അവൻ ഒരുപാട് പ്രയാസങ്ങളിലേക്ക് ആപത്തിലേക്കും ഒക്കെ ചെന്ന് ചാടാറുണ്ട്. ഞാൻ അതിന് ഉദാഹരണമായി പറഞ്ഞിരുന്നു. ഒരു വാഹനം ഓടിക്കുവാൻ അറിയാൻ വയ്യാത്ത ഒരു വ്യക്തി ഒരു വാഹനവുമായി നിരത്തിലേക്ക് ഇറങ്ങിയാൽ ആക്സിഡൻറ്റ് സംഭവിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതമാകുന്ന ഈ ഒരു വാഹനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒത്തിരി ആക്സിഡൻറ്റുകൾ, നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്നൊക്കെ ഒരുപാട് ഇമോഷണൽ ആക്സിഡൻറ്റുകളാണ് നമ്മൾക്ക് സംഭവിക്കുന്നത്. അങ്ങനെ ആക്സിഡൻ്റ് ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾക്ക് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ആ ഒരു കഴിവുകൾ അല്ലെങ്കിൽ നമ്മളെന്ന് പറയുന്ന ഇത്ര പവർഫുള്ളായിട്ടുള്ള നമ്മളെ ബ്രേക്ക് ചെയ്യുന്ന ഒരനുഭവം നമ്മൾക്ക് ഉണ്ടാകുന്നുണ്ട്. നമ്മളിലേക്ക് തന്നെ അങ്ങ് ഒതുങ്ങിപ്പോകും, അല്ലെങ്കിൽ ആ പവർ നമ്മൾക്ക് ലഭിക്കാതെ നമ്മൾ ബ്ലൈൻഡായി പോകും. നമ്മൾ ഒരു പൊട്ടരെ പോലെ, കണ്ണ് കാണാൻ വയ്യാത്തവരെ പോലെയൊക്കെ ആയിത്തീരും. ദാവീദ് രാജാവ് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്: ദൈവമേ, എൻ്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ നിന്നും, എൻ്റെ പ്രാണനെ കാരാഗ്രഹത്തിൽ നിന്നും പുറപ്പെടുവിക്കണമേ എന്നൊരു പ്രാർത്ഥന ദാവീദ് പ്രാർത്ഥിക്കുന്നുണ്ട്. അതായത് കാരാഗ്രഹം എന്ന് പറയുമ്പോൾ അവിടെ ഒരിക്കലും സ്വാതന്ത്ര്യം നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയത്തില്ല. അവിടെ പീഡനമായിരിക്കും ഒരു മനുഷ്യന് ലഭിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് അവഗണനകൾ, അവജ്ഞകൾ, മാറ്റി നിർത്തലുകൾ, പരിഗണിക്കാതിരിക്കുക, അങ്ങനെ പലവിധമാകുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഭയം, ഇങ്ങനെ പലതും സംഭവിക്കുമ്പോൾ നമ്മളൊരു കാരാഗ്രഹം നമ്മളെ തന്നെ ഒരു കാരാഗ്രഹത്തിൽ ഒതുക്കുന്നതിന് തുല്യമാണ്. അവഗണിക്കപ്പെടുമ്പോൾ, പരിഗണിക്കപ്പെടേണ്ട സ്ഥാനങ്ങളിൽ നമ്മൾ പരിഗണിക്കപ്പെടാതെ വരുമ്പോൾ, അത് ഒരു ദാനമായിട്ടല്ല, നമ്മൾ അർഹിക്കപ്പെട്ടതുപോലും നമ്മളിൽ നിന്ന് കവർന്നു കളയപ്പെടുമ്പോൾ നമ്മളായിട്ട് തന്നെ അങ്ങ് ഒരു കാരാഗ്രഹത്തിൽ അകപ്പെടുന്നത് പോലെ നമ്മൾ തന്നെ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും. എനിക്കെന്താണ് കുറവ്, എനിക്കെന്താണ് സംഭവിച്ചത്? ഒരു ഇൻസെക്യൂർ ഫീലിങ്സ് നമ്മൾക്കുണ്ടാകും. നമ്മളൊരു ഐസൊലേഷനിലേക്ക്, അതായത് ഒരു കാരാഗ്രഹത്തിലേക്ക് അങ്ങ് അകപ്പെടുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനമാണ് അതിൽ നിന്നെല്ലാം നമ്മളെ രക്ഷിക്കുവാനായിട്ട് കഴിയുന്നത്. ഇങ്ങനെ ഈ കാരാഗ്രഹത്തിൽ നമ്മളായിക്കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്റ്റിനിയിലേക്ക് നമ്മൾക്ക് പോകുവാനായിട്ട് കഴിയത്തില്ല. ഉദാഹരണത്തിന് നമ്മുടെ കാല് ഒടിഞ്ഞെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ കാലിൽ നല്ലൊരു മുറിവുണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വേഗത്തിൽ നടക്കുവാനോ നമ്മളുടെ ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ ആഗ്രഹിച്ച സമയത്ത് എത്തിച്ചേരുവാനെല്ലാം അത് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന പോലെ തന്നെ നമ്മൾക്കുണ്ടാകുന്ന ഇമോഷണൽ മുറിവുകൾ നമ്മൾക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക്, നമ്മളെക്കുറിച്ചുള്ള ദൈവം നമ്മളിൽ വെച്ചിരിക്കുന്ന ആ കഴിവിനൊത്തവണ്ണം നമ്മൾക്ക് പോകുവാനായിട്ട് അതെല്ലാം തടസ്സപ്പെടുത്തും. അങ്ങനെ തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം, ചില കാര്യങ്ങൾ നമ്മൾ വർഷങ്ങൾക്ക് മുൻപേ നേടിയെടുക്കേണ്ട കാര്യങ്ങൾ അത് നമ്മൾക്ക് നേടിയെടുക്കുവാൻ കഴിയാതെ ഈ വേദനയിലായിരിക്കും നമ്മൾ കഴിഞ്ഞു പോകുന്നത്. അതായത് ഈ ജയിലിനകത്ത് നമ്മൾ ടോർമെൻറ്റ് അനുഭവിക്കുന്ന പോലെ തന്നെ നമ്മുടെ മാനസികമായ തലങ്ങളിൽ നമ്മൾ കെട്ടപ്പെട്ടു പോവുകയും അവിടെ നമ്മൾ അറിയാതെ നമ്മളെ തന്നെ നമ്മൾ പീഡിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. അല്ല, ഭയം നമ്മളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് കൺഫ്യൂഷൻ, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എന്ത് സംസാരിക്കണം, എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, ഇതിനെല്ലാം ഒരു കൺഫ്യൂഷനാണ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ്റെ ഇത്ര പവർഫുള്ളായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന വളരെ കഴിവുകളുള്ള ഈ മനുഷ്യനെ ഇങ്ങനെയൊരു
തടവറയിലേക്ക് അകറ്റി തടവറയിലാക്കി കഴിഞ്ഞാലത്തെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിയാൽ ദൈവത്തിൻ്റെ പദ്ധതികളൊന്നും അവൻ്റെ മേൽ നടക്കത്തില്ല. അതായത് നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ഈ ജീവിത യാത്രയിൽ നമ്മുടെ ശരീരത്തിനേറ്റ മുറിവുകളെക്കാൾ കൂടുതൽ നമ്മുടെ മനസ്സിനേറ്റ മുറിവുകളാണ് കൂടുതൽ. ശരീരത്തിനേറ്റ മുറിവുകൾ നമ്മളത് എത്രയും വേഗം, മറ്റൊരാൾ മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ മുറിവുകൾ ഉണ്ടായാലും, നമ്മൾ മുഖാന്തരം മുറിവുകൾ ഉണ്ടായാലും നമ്മളതിനെ വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് അതിനെ സുഖപ്പെടുത്തും. കാരണം നമ്മൾ വേദന സഹിക്കാൻ തയ്യാറല്ല. എന്നാൽ മനസ്സിനേറ്റ മുറിവുകൾ, ചെറുപ്പം മുതൽ കുഞ്ഞിലെ ഓർമ്മ വെച്ച നാൾ മുതൽ ഉണ്ടായ മുറിവുകൾ, അതെല്ലാം നമ്മൾ അതിനെ സുഖപ്പെടുത്തുവാൻ ശ്രമിക്കാതെ നമ്മൾ അതിനെ ഇങ്ങനെ ക്യാരി ചെയ്യുമ്പോൾ നമ്മുടെ ഡെസ്റ്റിനിയെ നമ്മൾ തടസ്സപ്പെടുത്തുന്നു, ദൈവിക പദ്ധതിയെ നമ്മൾ തടസ്സപ്പെടുത്തുന്നു. ആത്മീയവും ഭൗതികവും ശാരീരികവുമായി സകല നിലവാരത്തിലും ഇത് നമ്മളെ ഡാമേജ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിലാണ് ഇതിനൊരു സൊല്യൂഷൻ ഉള്ളത്. ഇന്ന് ഞാൻ പറയുന്നത്, മെയിനായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ നമ്മുടെ മനസ്സിനെ എപ്രകാരം നമ്മൾക്ക് സംരക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം നമ്മൾക്ക് ഓരോരുത്തർക്കുമാണ്. മറ്റൊരാൾ വന്ന് നമ്മളെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ സാധ്യത കുറവാണ്. എന്നാൽ നമ്മൾക്ക് നമ്മളോട് തന്നെ പറയുവാനായിട്ട് കഴിയും, ദാവീദ് രാജാവ് ചെയ്തതുപോലെ, എൻ മനമേ നീ സ്വസ്ഥമായിരിക്കുക. അങ്ങനെയുള്ള സാഹചര്യം, അസ്വസ്ഥതപ്പെടുത്തുന്ന ചിന്തകൾ വരുമ്പോൾ നമ്മളോട് തന്നെ നമ്മൾ പറയണം, എൻ മനമേ നീ സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ആണ് ഇതിനുള്ള ഏറ്റവും നല്ല ഔഷധം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മളെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പരിശോധിച്ച് മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, മറ്റു പലരും നമ്മളെ മാറ്റി നിർത്തിയെങ്കിൽ, നിസ്സാരമെന്നെണ്ണി നമ്മളെ അവോയ്ഡ് ചെയ്തെങ്കിൽ, ദൈവത്തിൻ്റെ വചനം നമ്മളെ ചേർത്ത് നിർത്തുകയാണ്. കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ മാനിക്കുന്നു, ഏറ്റവും ശ്രേഷ്ഠവും മൂല്യതയുള്ളവളുമായി ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കർത്താവ് നമ്മളെ ചേർത്ത് നിർത്തുകയാണ്. യേശുവിൻ്റെ രക്തം 33 തിരുവയസ്സിൽ ചൊരിഞ്ഞ ഒരു യൗവനക്കാരൻ്റെ രക്തമാണ് നമ്മൾക്ക് വേണ്ടി, ഓരോരുത്തർക്കും വേണ്ടി നൽകി തന്നത്. ആ രക്തം തരണമെങ്കിൽ ആ സ്നേഹം എത്ര വലിയതായിരിക്കും. ആ സ്നേഹം കൊണ്ട് നമ്മളെ ചേർത്ത് നിർത്തിയിട്ട് കർത്താവ് പറയുകയാണ്, അലങ്കോലമായ നിൻ്റെ ജീവിതത്തെ ഞാൻ അലങ്കരിക്കുന്ന ദൈവമാണെന്ന് പറയുന്നു. മരുഭൂമിയെ മലർവാടിയാക്കുന്ന ദൈവം. അങ്ങനെയാണ് ദൈവം ഈ ഭൂമിയെ, പാഴും ശൂന്യമായി തീർന്ന ഭൂമിയെ ദൈവം അതിനെ റീസ്റ്റോർ ചെയ്യുമ്പോൾ എത്ര മനോഹരമായിട്ട് ഇന്ന് നമ്മൾ കാണുന്ന നിലവാരത്തിലൊക്കെ ദൈവം അതിനെ പുതുക്കിയതുപോലെ, റിന്യൂ ചെയ്തതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തെയും നമ്മൾക്ക് അങ്ങനെ ചെയ്യുവാനായിട്ട് കഴിയും. കാരണം എങ്കിൽ മാത്രമേ നമ്മൾക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തുള്ളൂ. എത്ര വലിയ വേദനയായിരുന്നാലും വിട്ടുകൊടുക്കേണ്ടതിനെ വിട്ടുകൊടുക്കുക, മറന്നു കളയേണ്ടതിനെ മറന്നു കളയുക, ക്ഷമിക്കേണ്ടവരോട് ക്ഷമിക്കുക, ക്ഷമിക്കപ്പെടാനുള്ളവരോട് ക്ഷമ ചോദിക്കുക. ഇതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, നമ്മൾക്ക് വേണ്ടി നമ്മളത് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വസന്തകാലം തന്നെ നമ്മൾക്ക് ഉണ്ടാകുവാനായിട്ടിടയാണ്. ആ മുറിവുകൾ ഹീല് ചെയ്യുവാനായിട്ടിടയാണ്. മുറിവുകൾ ഹീല് ചെയ്യുന്നുടനെ അത് സുഖമാക്കപ്പെടുന്നുടനെ ഒരു വലിയ ദൈവ സാന്നിധ്യം നമ്മളുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിനകത്ത് നമ്മൾക്ക് ദൈവവുമായിട്ട് കണക്ട് ചെയ്യുവാൻ കഴിയും. ഈ അശുദ്ധമാക്കപ്പെട്ട മുറിവുകളാൽ അനേകം മുറിവുകൾ, അത് പഴകിയ മുറിവുകൾ കാണും, അത് ഇൻഫെക്റ്റഡായ മുറിവുകൾ കാണും. അത് മുഖാന്തരം ഉണ്ടായ പല വൈരാഗ്യമോ അസൂയയോ അങ്ങനെയുള്ള അനേകം മാലിന്യങ്ങളൊക്കെ ഹൃദയത്തിലേക്ക് കടന്നു വന്നതെല്ലാം സുഖപ്പെടുവാൻ ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ് കഴിയുന്നത്. 131 സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്നു, മനസ്സിനെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണമെന്ന് അവിടെ പറയുന്നുണ്ട്. അവിടെ പറയുന്നത്, ഞാൻ എൻ്റെ പ്രാണനെ താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു, അമ്മയുടെ മടിയിൽ മുലകുടി മാറിയ പൈതൽ എന്ന പോലെ ആയിരിക്കുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ്റെ മനസ്സിനെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്? മുലകുടി മാറിയ പൈതലിനെ പോലെ. അതായത് 2-3 വയസ്സുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുമോ, ആ കുഞ്ഞ് കരഞ്ഞാൽ നമ്മൾ അതിൻ്റെ നെറുകയിൽ തലോടി അതിനെ ആശ്വസിപ്പിക്കുന്നത് പോലെ, അതിനെ ചേർത്ത് മടിയിൽ വെച്ച് അതിനെ ആശ്വസിപ്പിക്കുന്നത് പോലെ, ഒരു കുഞ്ഞിനെ പോലെ നമ്മുടെ മനസ്സിനെ നമ്മൾ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അത് നമ്മളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അങ്ങനെ ഒരു നിഷ്കളങ്കമായ ഒരു കുഞ്ഞിൻ്റെ മനോഭാവത്തോടു കൂടി നമ്മളുടെ മനസ്സിനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നുവെങ്കിൽ വാസ്തവമായിട്ടും ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവം നമ്മളിൽ വന്ന് വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ നമ്മൾക്ക് ചെയ്യുവാനായിട്ട് കഴിയും. കർത്താവിൻ്റെ, ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ അതേ സ്റ്റാൻഡേർഡിൽ പവർഫുള്ളായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യൻ്റെ ശരീരത്തിന് പവറുണ്ട്. കാലെന്ന് പറയുന്ന ഒരവയവം, അതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ശരീരത്തെ മൂവ് ചെയ്യുക, ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോവുക. അതുപോലെ തന്നെ മനുഷ്യൻ്റെ മനസ്സിനും പവർഫുള്ളായിട്ടുള്ള അവയവങ്ങളുണ്ട്. നമ്മൾക്ക് ഒരു സെക്കൻഡിൽ തന്നെ മനസ്സുകൊണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റും, ആത്മാവ് കൊണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. മനസ്സുകൊണ്ട് ക്രിയേറ്റിവിറ്റി, പല കാര്യങ്ങൾ നമ്മൾക്ക് സൃഷ്ടിക്കുവാൻ കഴിയും. നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്.
നമ്മളുടെ നോട്ടത്തിൽ ശക്തിയുണ്ട്. അപ്പോൾ നമ്മൾ എത്ര പവർഫുൾ ആണെന്ന് വിചാരിക്കുക. അങ്ങനെ നമ്മുടെ മനസ്സിനെ നമ്മൾ ചെറുതാക്കി ഒരു പ്രിസണിനകത്താക്കി അടച്ചു വെക്കാതെ വണ്ണം ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ സ്വാതന്ത്ര്യത്തിനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനമാണ് മനസ്സിനേറ്റ മുറിവുകളെ സൗഖ്യമാക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിനകത്ത് നിങ്ങൾ ഏത് വിധത്തിൽ മുറിവേൽക്കപ്പെട്ടോ അവിടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ വചനം അപ്പനായിട്ടും അമ്മയായിട്ടും സഹോദരനായിട്ടും ഭർത്താവായിട്ടും ഉടയവനായിട്ടും എല്ലാം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. ഞാൻ നിനക്ക് ബാലിയും വേശ്യയുമാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഞാൻ നിനക്ക് ഉടയവനും ഭർത്താവുമായിരിക്കുന്നു എന്നാണ്. അപ്പോൾ എല്ലാമായിട്ട് നമ്മുടെ ദൈവം നമ്മളോട് കൂടെയുണ്ട്. ലോകം നമ്മൾക്ക് തരുന്ന ഡിസ്കറേജ്മെൻ്റ് ഒന്നും കൊണ്ട്, കൺഫ്യൂഷൻ ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരാതെ, സകല ഭയത്തെയും സകല റിജക്ഷനെയും സകല നെഗറ്റീവ് എനർജികളെയും ജീവിതത്തിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ പുറത്താക്കിക്കൊണ്ട് ഈ സോൾ പ്രിസൺ പൊട്ടിച്ച് പുറത്തു വന്ന ദൈവിക പർപ്പസിലേക്ക് പോവുക എന്നുള്ളത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഈ 2026 നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് നടക്കുന്ന, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ ചെയ്യുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയവും ഭൗതികവും ശാരീരികവും മാനസികവുമായ നിലവാരത്തിൽ നമ്മൾ സക്സസ് ആകുന്ന വർഷമാകട്ടെ എന്ന് ഞാൻ എല്ലാവരെയും ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പുതുവർഷം ദൈവത്തിൻ്റെ പദ്ധതിയിൽ മൂവ് ചെയ്യുന്ന വർഷമായി തീരട്ടെ. അതിൻ്റെ 2026 ഓരോ ദിവസവും ഓരോ നിമിഷവും അങ്ങനെ തന്നെ ആയിരിക്കാൻ, സക്സസ് ആയിരിക്കാൻ ദൈവം സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.